അത് ശരിക്കും കുറച്ച് കാലമായിട്ട് പഠിക്കുകയും ചെയ്തു അല്ലേ? ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കുറേ വർഷമായില്ലേ, ഞാൻ പിന്നെ ഇടയ്ക്ക് ഇതെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തൊരു സാധനമാണെന്ന് പറഞ്ഞാലും ഞാൻ മറക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും പല സാധനങ്ങളും, എന്നിട്ട് മെമ്മറി കൂട്ടുണ്ട്. സത്യനന്ദിക്കാടും ഒരു നടൻ എന്നുള്ള രീതിയിൽ കുറേ കൺസിഡർ ചെയ്തിട്ടുണ്ട്, കുറേ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ എൻ്റെ തുടക്കാലത്ത് ഈ ചില സിനിമകളൊക്കെ ഞാൻ ചെയ്തു. തലപ്പാവ് ഗംഭീര വേഷമായിരുന്നു, അത് ഞാൻ പകരക്കാരനായിരുന്നു. ആമേൻ, അത് ഞാൻ പകരക്കാരനായിരുന്നു. ഇതൊക്കെ വേറെ ആരൊക്കെയോ ചെയ്യാനിരുന്ന വേഷങ്ങളാണ്. അതൊക്കെ എങ്ങനെയൊക്കെ കുറഞ്ഞു തരും. പക്ഷെ ഞാൻ ഈ പകരക്കാരൻ ചെയ്ത എല്ലാ വേഷവും ഗംഭീര എന്ന് എല്ലാവരും പറയും. അല്ല, എനിക്ക് ഗുണം ഗംഭീരമാണ് ശരിക്കും തലപ്പാവൊക്കെ. അപ്പം അന്ന് എന്താണ് പറയുന്നത്, അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്ത് ക്യാരക്ടർ വേഷങ്ങളിലൊക്കെ പരിഗണിക്കുമായിരിക്കും. പക്ഷെ എനിക്കൊന്ന് തിയേറ്ററിൽ കുറച്ച് നാൾ നിന്നില്ലായിരിക്കും. അതുണ്ടായില്ല. ഈ സത്യനന്ദിക്കാട് തിയേറ്ററിൻ്റെ അപ്പം അന്ന് ഇങ്ങനെയൊക്കെ സിനിമകൾ ചെയ്തുകൊണ്ട്, ബ്ലസ്സി സാറിൻ്റെ പടവും ഒക്കെ ചെയ്തുകൊണ്ടും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുമായിരുന്നു, സത്യേട്ടനെ ഒന്ന് പോയി കാണാൻ മേലെ, പുള്ളിയുടെ ഒക്കെ പടത്തിൽ നിങ്ങൾക്കൊക്കെ പറ്റുന്ന വേഷം. അപ്പോൾ ഞാനും പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുള്ളിയുടെ അടുത്ത് എത്താൻ, ഇവരൊക്കെ ഒന്നാമത് വലിയ തിരക്കുള്ള ആൾക്കാർ, അന്നൊക്കെ ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്യുന്ന സമയമല്ലേ. പിന്നെ രണ്ടാമത് അദ്ദേഹത്തെ പോയി കാണുമ്പോൾ ഇനി ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുമോ, എനിക്ക് പേടിയായിരുന്നു. മീൻസ് അതിനും തിരിച്ച് വല്ല കുഴപ്പമോ ആവുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ആയിരുന്നു. പിന്നെ പറ്റിയില്ല. അപ്പം ഞാൻ ഈ പ്രകാശനിലേക്ക് പരിഗണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചെന്നു. അപ്പം അങ്ങനെ സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം സത്യേട്ടനെ കാണുന്നത്. അതിൻ്റെ ഷൂട്ടിന് ഞാൻ അവിടെ ലൊക്കേഷൻ തലേ ദിവസം നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ വന്നു. പക്ഷേ അന്നേരം സത്യേട്ടൻ എന്തോ ലൊക്കേഷൻ നോക്കാനെന്തോ പോയി. അപ്പം മാനേജരോട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു, അല്ല സത്യേട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്, വരുമ്പം വിളിപ്പിക്കുകയെന്ന് പറഞ്ഞു. നേരത്തെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാനേജറിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്. ഞാൻ ഉച്ച കഴിയുമ്പോൾ ചെല്ലുകയും ചെയ്തു. പിന്നെ ലൊക്കേഷനെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നേരത്തെ ഇങ്ങനെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഞാനൊരു ഗ്രാമീണനാണ്, ഇച്ചിരി അന്തർമുഖനാണ്. ഞാനും ഒക്കെ ഗ്രാമീണനാണ്. ഞാൻ നിങ്ങളുടെ പടമൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ പാറ്റേൺ ഇഷ്ടമാണ്. ജയശങ്കറിൻ്റെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അത് ഭയങ്കര നമുക്കൊരു ഓസ്കാർ കിട്ടുന്ന. സത്യേട്ടൻ്റെ പടമൊക്കെ ഞാൻ 5, 6, 8 പ്രാവശ്യം കണ്ട പടങ്ങളുണ്ട്, പഴയ പടങ്ങളല്ല. സന്ദേശമൊക്കെ ഉൾപ്പെടെ ആദ്യത്തെ ഒരു പടം മാത്രമേ ഞാൻ കാണാത്തുള്ളൂ. പിന്നത്തെ എല്ലാ പടവും ഫസ്റ്റ് ഷോ ഒന്നും അന്നില്ല. പക്ഷേ ആദ്യത്തെ ഷോയ്ക്ക് ഞങ്ങൾ കയറും. അന്ന് എന്തെങ്കിലും നോൺ ഷോ എല്ലാം മാറ്റിനായിരിക്കും ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത്. സ്കൂൾ കോളേജ് പഠനകാലത്ത് അതൊക്കെ 5, 6, 7 പ്രാവശ്യം കാണും. DB ബാലഗോപാലനായാലും എമ്മയായാലും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഇതൊക്കെ എത്രയോ തവണ. അതിനകത്ത് ഡയലോഗ്സ് വരെ നമുക്ക് കാണാൻ. അല്ലേ, ഉയരങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ശൈസാറിൻ്റെ പടം, അത് ഞാൻ 8-9 പ്രാവശ്യം കണ്ടു. ഒറ്റ സോങ് ഇല്ലാത്ത പടമാണ്. അതെ അതെ അതെ. പിന്നെ ഒരു നെഗറ്റീവ് ആൻറ്റി ഹീറോ ഒന്നും, അത് ഭയങ്കര ഒരു വില്ലനാണ്. അതൊക്കെ എന്ത്, അത് ലാസ്റ്റ് വരെയും ആ സാധനം ഇങ്ങനെ പിടിച്ചു തന്നിട്ട് നിങ്ങൾ ജയിക്കുകയാണല്ലേ, പക്ഷെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അതിനകത്തൊക്കെ സൂപ്പർ ഡയലോഗ്സ് അല്ലേ. പിന്നെ MT സാറിന്റെ ജഗതി ചേട്ടൻ ശൈസാറിന്റെ പടത്തിൽ, ആ പടത്തിലായിരുന്നു. അതെ 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 അതെ. ജയചേട്ടൻ എല്ലാവരുടെ ശരി, ആ പടത്തിൽ മാത്രമേ ഉള്ളൂ. ഷെർലക് ഹോംസിന്റെ നോവലുകൾ വായിക്കും. ഡിറ്റക്ഷൻ ഇപ്പൊ ഞാനത് ഓർക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം അത് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ TV-യിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പടം. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെർലക് ഹോംസിന്റെ നോവലുകൾ ഒക്കെ മറക്കാൻ പറ്റത്. അതുപോലെ തിലകൻ സാർ തിലകൻ ചേട്ടൻ ചെയ്തപ്പോൾ അതിനകത്തെ വേഷം, ഉമ്മത്തുങ്കാതുന്ന വെണ്ണുമ്പുള്ള ചാകാഞ്ഞതുകൊണ്ട് ആത്മഹത്യ ഇത്രയും ഒതുക്കാം അല്ലേ, 8 ഒതുക്കാവുന്നത് അതൊക്കെ പറയുന്നത്. ശകലമുള്ളെങ്കിലും അസാധ്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് മേക്കേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശൈസാറിന്റെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. ഏതായിരുന്നു സിനിമ? അനുഭൂതി. ഓക്കെ, അനുഭൂതിയിലുണ്ടല്ലേ, മറ്റേ സുരേഷേട്ടൻ്റെ പടം. ഓക്കെ ഓക്കെ, അതിലുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അതിനകത്ത് അഭിനയിച്ചു. അത് ഭയങ്കര സംഭവമായി പോയി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് പ്രധാനമാണ്. ഞാൻ അന്നത്തെ സമയത്തൊക്കെ ഞാൻ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു 3 സീനുള്ള സീനാണെങ്കിൽ ചിലപ്പോൾ 2 സീൻ കട്ടായി പോകും. പുറകോട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം ആയിട്ട് നിൽക്കും. നമ്മുടെ ഷോട്ട് എടുക്കാനായിട്ട് രാവിലെ തൊട്ട് നമ്മൾ റെഡിയായി നിന്നാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടു ചിലപ്പോൾ ഒരു ലൈറ്റ് പോകുന്ന അവസരത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഹറിബറി ആയിട്ട് വന്നിട്ട് ഇത് എടുക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒത്തിരി ലോസുകളാണ് എനിക്ക് അന്ന് വന്നിട്ടുണ്ട്.
ഇത് എടുക്കുമ്പോൾ ഇതുപോലെ അതിനകത്ത് ശവപ്പെട്ടിയായിട്ട് വന്ന് നിൽക്കുന്നൊരു അത് ഞാൻ അവിടെ രാവിലെ തൊട്ട് ഞാനുണ്ട് സെറ്റിലുണ്ട്. പക്ഷേ ഇത് എടുത്ത് പിടിച്ച് എല്ലാം കഴിഞ്ഞ് ഇത് എടുക്കാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടാണ്. അന്നേരം പെട്ടെന്ന് കോസ്റ്റ്യൂം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് മാറിച്ചു ഒരു പെട്ടിയും കൊണ്ട് എൻ്റെ തന്നു. ഒന്നൊരു ഷോട്ട് എടുക്കുകയാണ്. ഇത് ഒത്തിരി കോംപ്ലക്സ് ഒരു ഷോട്ട്. ശശാർ അങ്ങനെ ഇതിൻ്റെ ആളാണല്ലോ. അപ്പം ബാബു ആണ് എഴുതുന്നത്, ബാബു ജനാർദ്ദൻ. അപ്പം ഷോട്ടെല്ലാം സെറ്റാക്കി ക്യാമറ എല്ലാം വെച്ചു. ക്യാമറ ഇങ്ങനെ കൊണ്ട് വെച്ചു. രാജേട്ടൻ ഇവിടെ നിൽക്കുന്നു. എൻ്റെ കയ്യിൽ എടുത്താൽ പൊങ്ങാത്തൊരു പെട്ടി. ഭയങ്കര വെയിറ്റാണത്. അപ്പം നമ്മൾ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റൊന്നും അല്ലല്ലോ. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പൊസിഷൻ തന്നു. ഞാനവിടെ നിന്നു. ഇവർ പെട്ടി കൊണ്ട് എൻ്റെ തോളെ വെച്ചിട്ട് വരുന്നു. ഈ ആർട്ടിൻ്റെ ആൾക്കാർ. നമ്മൾ പ്രധാന നടനൊന്നും അല്ലല്ലോ, ആരോ ഒരാളെന്നുള്ള ഒരു സാധനമല്ലേ ഉള്ളൂ. ഞാനിത് കുറേ നേരം പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പിറയ്ക്കാൻ തുടങ്ങി. മീൻസ് ഈ വെയിറ്റ് താങ്ങില്ലേ, നീളക്കുറവുള്ള പെട്ടിയാണ്. അതിൻ്റെ ഒരു കോമഡി ഉണ്ട്. എനിക്ക് ആന ചവിട്ടിക്കൊന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡയലോഗുണ്ട്, ഈ പെട്ടി മതി. എടാ അവൻ 5-5 അടി പൊക്കമുള്ളവനാണ്, നീ ഈ പെട്ടി മേടിച്ചുകൊണ്ട് എങ്ങനെയാണെന്നൊക്കെ രാജേട്ടൻ ചോദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഞാറക്കൽ ശ്രീനി എന്ന് പറഞ്ഞ അദ്ദേഹം നാടകത്തിൽ കാട്ടുകുരയ്ക്കകത്ത് ആനക്കാരനായിട്ടൊക്കെ രാജേട്ടൻ്റെ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഓടി വരുന്നിട്ട് അവിടുന്ന് വന്ന് നിൽക്കും. എൻ്റെ ഡയലോഗ് തീരുമ്പോൾ ഈ പെട്ടി മതി എന്ന് പറയുന്നിടത്ത് ഈ ജയചേട്ടൻ മരിച്ചിട്ടില്ലെന്നാണ് പുള്ളി ഇവിടെ വന്ന് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ടൈമിങ് ഭയങ്കര പ്രശ്നമായി. എൻ്റെ ഡയലോഗ് തീരുമ്പം പുള്ളി ഒന്നേ ഓടി തുടങ്ങിയിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ പുള്ളി അവിടെ നിന്ന് വിളിക്കുന്നത് എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, കുറച്ച് ദൂരം നിന്നാണ് പുള്ളി വരുന്നത്. ഇത് റീടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര ടെൻഷനായി. കാര്യം 5:30 ലൈറ്റ് പോകുന്ന അന്നും ഫിലിമാണേ. അപ്പോൾ HMI ഒക്കെ വെച്ച് ഇങ്ങനെ അലക്കി വെച്ചിരിക്കും, സൗണ്ട് ഇതല്ലോ. അപ്പോൾ ഇതൊരു ഈ പുള്ളിക്കാരൻ ഒന്നെങ്കിൽ ഓടി ആ സമയത്ത് അവിടെ എൻഡ് വരില്ല, അത് അങ്ങ് തെറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ടെൻഷനായി, ഭയങ്കര ടെൻഷനായി. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ടെൻഷനായി. ലാസ്റ്റ് ബാബു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബാബുവിനും ടെൻഷനായി. ബാബു ഒരാളെ കൊണ്ട് വെച്ച് ഇനി ടേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പോൾ അദ്ദേഹത്തിന് വിളിക്കുന്നത് കേൾക്കാഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയോ കൺഫ്യൂഷൻസ്. അങ്ങനെ ടേക്കിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ബാബു ലാസ്റ്റ് ടെൻഷനായി കഴിയുമ്പോൾ ബാബു പറഞ്ഞു ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാബു ഇങ്ങനെ ഇരുന്നു. ബാബു ഇരുന്നിട്ട് ഇങ്ങനെ എൻ്റെ അഭിനയം കണ്ടുകൊണ്ടിരുന്നു. ആ ബാബു വിളിച്ചില്ല. ഞാൻ അഭിനയിക്കുന്ന കണ്ടുകൊണ്ട് ബാബു ഇരുന്നു. ബാബുവിൻ്റെ കൈ കാണിച്ചില്ല. പുള്ളി ഓടി വന്നില്ല. ആ ടേക്കും പോയി. അപ്പോഴത്തേക്ക് ലൈറ്റ് ഭയങ്കരമായിട്ട് ഡിമ്മായി. ലാസ്റ്റ് അപ്പോഴത്തേക്ക് രാജേട്ടൻ ഞാനുമായിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നിസാറിക്കയുടെയൊക്കെ പടങ്ങൾ സ്ഥിരം ഞങ്ങൾ. അപ്പം പുള്ളിക്ക് എന്നെ അറിയാം. അപ്പം പുള്ളി എന്നിട്ട് ശശാർ ചെറുതായിട്ട് ടെൻഷനായി. അപ്പം പുള്ളി എന്നിട്ട് ശശാറിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കേട്ടു. ശശാർ അവൻ ടേക്ക് ആർട്ടിസ്റ്റാണ്, അവൻ ചെയ്തോളും. അല്ല അവനെ കൊണ്ട് ജയിക്കേണ്ടെന്നുള്ളൊരു ലൈനായി. അടുത്ത് നമുക്ക് ടേക്ക് പോകാമെന്ന് പറഞ്ഞു. റിഹേഴ്സലില്ല, ടേക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് എന്തോ ഭാഗ്യത്തിന് ആ ടേക്ക് ഓക്കെ. അപ്പോൾ ശശാർ ബേബി എന്ന് പറഞ്ഞ് ക്യാമറമാൻ പുള്ളിയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്നേ ഉള്ളോ, അവൻ്റെ ചെവിയല്ലേ കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ചോദിച്ചു ക്ലോസ് നമുക്ക് എടുക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അത് ഇങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്നു, എൻ്റെ കയ്യിൽ ഈ എടുത്താൽ പോകാതെ പെട്ടിയിരിക്കുന്നു. എനിക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും ആ സാധനം. അപ്പം എനിക്ക് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ സാർ. അപ്പോൾ ശശാറിന് ഭയങ്കര മനസ്താവായി. അപ്പം ക്ലോസ് എടുക്കണം, എനിക്ക് എൻ്റെ ഒരു ക്ലോസ് വേണമെന്ന് വിളിക്കുന്നു. അപ്പം പക്ഷേ ലൈറ്റ് ഒരു രക്ഷ HMI വെച്ചാൽ നമുക്ക് നടക്കില്ല, എന്നാലും അടിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര മനസ്സായി. പിറ്റേ ദിവസം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഒരു സീൻ എഴുതിച്ചു ശശാർ. അങ്ങനൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അഡീഷണൽ ഒരു സീൻ എഴുതിച്ചു. ബാബുവിനോട് പറഞ്ഞിട്ട് എനിക്ക് ശങ്കറിൻ്റെ വേറൊരു ജയശങ്കറിൻ്റെ ഒരു സീക്വൻസ് ഇന്നടത്തൊരു സീക്വൻസ് ആണെന്ന് പറഞ്ഞ് എഴുതിച്ച് അത് എഴുതി കൊടുത്തു. എന്നെ കൊണ്ടൊന്ന് പൊസിഷൻ നിർത്തി അസോസിയേറ്റ്. അപ്പോൾ ക്രെയിൻ ഷോട്ടാണ്. മാളച്ചേട്ടൻ അപ്പുറത്ത് അരമതിലയിലിരിക്കുന്നു. ഞാൻ എന്നെ കൊണ്ടുവന്ന് ഇവിടെ ക്രെയിൻ ഷോട്ട് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് അകത്ത് കയറ്റി നിർത്തി അസോസിയേറ്റ് വെളിയിലേക്ക് ഇങ്ങനെ. ശശാർ വന്നിട്ട് ജയശങ്കർ അവിടെ ഭയങ്കര സ്പീഡാണ് പുള്ളി പറയുന്നത്, നമുക്ക് തിരിയില്ല. ഇവിടെ നീ അവിടെ കൊടുത്താൽ മതി കേട്ടോ, നീ അവിടെ കൊടുത്താൽ മതി, നിനക്ക് ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു ക്ലോസ് അത്രയ്ക്ക് എന്തോ എൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ, ഒരു പടം ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഉടനെ ഇവിടെ തിരിച്ചിപ്പുറത്ത് ഇറക്കി നിർത്തി എൻ്റെ ബാക്കിൽ നിന്ന് ക്രെയിൻ ഷോട്ട് എടുത്തു. അത് കഴിഞ്ഞ് അപ്പുറത്ത് കട്ട് ചെയ്ത് അവിടുന്ന് എൻ്റെ ക്ലോസ് കൊടുത്തു. പിന്നെ എപ്പോട്ട അതിനകത്ത് കുറേ ഫില്ലർ സീൻസ്, എപ്പോട്ട എന്ത് സാധനം ഉണ്ടെങ്കിലും എവിടെ ജയശങ്കർ എവിടെയെന്ന് ചോദിച്ചിട്ട് എല്ലാത്തിനകത്ത് എന്നെ കയറ്റി നിർത്തി. ചെറുത് നമ്മളവിടെ നിൽക്കുന്നൊന്നും ആരും അറിയില്ല. പക്ഷേ
പക്ഷേ എല്ലാത്തിനകത്തും പിന്നെ എന്നെ വിളിച്ചു. എന്നോട് ഭയങ്കര കാര്യമായി ഒറ്റപ്പെടുന്നു. സന്തോഷം. പക്ഷെ അന്നേരത്തേക്കിനൊക്കെ എൻ്റെ ഒരു അല്ല, അതിന് മുമ്പെങ്ങാനുമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ നമ്മളെടുത്ത് നോക്കിയോ, ഇപ്പോൾ പപ്പുച്ചേട്ടൻ്റെ ആണെങ്കിലും ഈ ചെറിയ ഇവരുടെ എല്ലാം നോക്കിയോ, ഒരു സീനേ ഉള്ളതെന്ന് പറഞ്ഞാൽ ശശിസാറിൻ്റെ പടത്തിൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം, ഈ ആർട്ടിസ്റ്റുകളെല്ലാം വർക്കാണ്. അത് എത്ര 1000 പേരെ പുള്ളി നിർത്തിയെടുത്തെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും 1000 അങ്ങനെ എടുക്കുന്ന ഒരാളാണ് ശശിസാർ. ഒരു പ്രാവശ്യം വരയ്ക്കും. അന്ന് സന്തോഷം കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ചെറിയ സാധനം മതിയല്ലോ നമുക്ക് സന്തോഷിക്കാൻ. ചെറിയ സാധനത്തെ നമ്മൾ ദുഃഖിതനോ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആളുകൾ സിനിമ പിടിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുന്നുണ്ടല്ലോ. അതായത് ഈ ബോഡി ഷേമിങ് പാടില്ല, പിന്നെ ആളുകളുടെ എന്തെങ്കിലും പേരിൽ അധിക്ഷേപിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുള്ള എഴുത്തോ സീൻസോ ഒന്നും പാടില്ല. അത് കുറച്ച് കൂടി നന്നായെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് മേലിഞ്ഞിരിക്കുന്ന ഒരാളെ എലുമ്പെന്നോ അല്ലെങ്കിൽ മറ്റേ ഒന്നെന്ന് എഴുതിയ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീനുകളുണ്ടായിരുന്നു പണ്ട് മലയാള സിനിമയിൽ. ഇപ്പോൾ അതൊന്നുമില്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ കേസൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം അങ്ങനെ സിനിമ മാറി പരുവപ്പെട്ടത് കുറച്ച് നന്നായെന്ന് തോന്നിയിട്ടുണ്ടോ ഏട്ടന്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ഇതിൽ എന്നെ എന്ന് കാണുന്നവരും ഇതെന്നാ ക്ഷീണമാണല്ലോ, ഇതങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയും. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ക്ഷീണിക്ക് വരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏത് പരുവത്തിൽ നിന്നേനെ, എന്നെ കാണാൻ മേലായി പോയതിനല്ലേ. ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കളിയാക്കൽ വരത്തില്ലേ എന്നൊക്കെയാണ് ഇപ്പോൾ പലരും ചോദിക്കാൻ പറയും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആൾക്കാർ? ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ സിനിമയിൽ ചെയ്യണോ വേണ്ടേ? അതോ എല്ലാം നന്മ മാത്രമായിട്ടൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിക്കുക, അത് വർക്കാവോ? നടക്കാവില്ല. ആവില്ല. എന്തിനാണ് ഇതിൽ ഇപ്പോൾ അങ്ങനെ ഇത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് വെച്ചു ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ എന്ത് പറയാൻ പറ്റുമോ അതിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊക്കെ ഒരു നിഷ്കർഷ വേണോ? എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പേഴ്സണലി എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ് ആ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ട് ഒരുപാടുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സിനിമ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പാഷൻ അതിൻ്റെ മേലെ നിൽക്കുമ്പോൾ ഇതിനകത്ത് എന്ത് ഇൻസൾട്ട് വന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലേ, എന്നെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാവും. സിനിമയ്ക്കകത്തും ഉണ്ടാവും, ജീവിതത്തിൽ അല്ലാത്തടത്തും എല്ലാം ഉണ്ടാവും. എന്തിന് എൻ്റെ നാട്ടുകാർക്ക് വരെ പുച്ഛമായിരുന്നല്ലോ. എനിക്ക് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരു നടനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചവരോടൊപ്പം തന്നെ എന്നെ കളിയാക്കിയവരാണ് എന്നെ ഇവിടെ വരെ ആക്കിയത്. എൻ്റെ മനസ്സിലായ ഒരു ഫയർ നിർത്തിയത് അവരാണ്. ഒരുപക്ഷെ അവരത്രയും കളിയാക്കിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് മടുത്തിട്ട് പോയേനെ. ഇട്ടിട്ട് പോകത്തില്ല എനിക്ക് അതുപോലെ അഭിനിവേശം ഉണ്ടല്ലോ. അല്ല, അതുപോലെ കളിയാക്കിയിട്ടുണ്ട് എന്നെ. ആമേൻ വരുന്നത് വരെ ഞാൻ അവരുടെ കുഴപ്പമല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ തൊട്ടല്ലേ. അപ്പോൾ താങ്കൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ലല്ലോ വേറൊരാൾ ചിന്തിക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ സുരേഷ് ഗോപി ചേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ വലിയ നമ്പർസായിട്ടുള്ള സിനിമാ നടൻ എന്ന അവരുദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു 6 അടി ഉയരം, വെളുത്ത നിറം, കട്ടിമീശ അങ്ങനെയൊക്കെ ആയിരിക്കും സിനിമ എന്ന് പറയുന്ന ഓരോ അങ്ങനെയുള്ളവരായിരിക്കണമല്ലോ ഇങ്ങനെ. ഞാൻ പണ്ടും ആക്ടിങ്, നല്ല ആക്ടിങ് കണ്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിനകത്ത് രൂപമോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഈ മറുവശം ജീവിതത്തിൻ്റെ മറ്റൊരു വശത്തിലേക്ക് കുറേയും കൂടി സീൻസ് ഉള്ള ഒരു സിനിമയിലേക്കൊക്കെ എത്തിക്കും, അങ്ങനത്തെ പ്രതീക്ഷകളുണ്ടോ? മറുവശം പേര് പോലെ ഇപ്പം ഒരു മറുവശമാണ്. ഞാൻ എങ്ങനെ അതിനെ പറയുക, നമുക്കിപ്പോൾ ഈ IFFKയിൽ ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞിടത്ത് ഒരു പ്രിവ്യൂ ഉണ്ടായി ഇതിൻ്റെ. അത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും എഴുത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സിനിമ ഗംഭീരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവാണ്. എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയ കമൻസാണ് ഇവരെല്ലാം പറഞ്ഞത്. അപ്പം മറുവശം ഒരു നല്ല രീതിയിലേക്ക് എത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സിനിമ അറിയുന്നവരും സാധാരണ ഓഡിയനും അവർ സിനിമ അറിയുന്നവർ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് പറയുമല്ലോ. ഓഡിയൻ
ഓഡിയൻസ് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ, ഒരുപാട് സീനുകൾ കിട്ടട്ടെ. അന്ന് ശവപ്പെട്ടി പിടിച്ച് ഒരു സീനിന് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച ഒരാളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സിനിമയിലേക്ക് എത്തിയത് ഒരു വലിയ ദൂരമാണ്. ആ ദൂരം താണ്ടിയ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും സിനിമകൾ ലഭിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നന്ദി.